श्रीकृष्ण लीला श्रीकृष्ण ആ രാത്രി മധുരയിൽ കാറ്റും മഴയും ശക്തമായി വീശി. ഇടിയും മിന്നലും ആകാശം കീറിയിറങ്ങി. ഒരുപാട് വലിയ മാറ്റം വരാൻ പോകുകയായിരുന്നു. കാരാഗൃഹത്തിനുള്ളിൽ രാത്രി നീണ്ടുപോയി. ദേവകി വേദനയിൽ ഇരുന്നു. പുറത്ത് കൊടുങ്കാറ്റ് പൊട്ടിപ്പുറപ്പെട്ടെങ്കിലും അതിനേക്കാൾ വലിയ പോരാട്ടം അവളുടെ ഉള്ളിലായിരുന്നു. വസുദേവൻ മിണ്ടാതിരുന്നു കൂടെയുണ്ടായി. വേദന ശക്തമായി. പുറത്ത് കൊടുങ്കാറ്റ് കത്തി. കാരാഗൃഹത്തിനുള്ളിൽ ഒരു നിർണായക നിമിഷം എത്തി. അവസാനം ആ നിമിഷം എത്തി. രാത്രിയുടെ നടുവിൽ ഒരു ദിവ്യജനനം നടന്നു. ദേവകിയുടെ കരങ്ങളിൽ കൃഷ്ണൻ ജനിച്ചു. പുറത്ത് കൊടുങ്കാറ്റ് വീശിയെങ്കിലും കാരാഗൃഹത്തിനുള്ളിൽ ഒരു അദ്ഭുതശാന്തി നിറഞ്ഞു. കാരാഗൃഹം നിശബ്ദമായി. കാവൽക്കാർ ഗാഠനിദ്രയിൽ. ഒരാളും ഉണർന്നില്ല. ആ നിമിഷം ദൈവത്തിന്റെ വഴി തുറന്നു. ആ നിമിഷം സമയം നിശ്ചലമായ പോലെ തോന്നി. വസുദേവൻ കൈകൾ കൂട്ടി നിശബ്ദമായി നിന്നു. ദിവ്യസാന്നിധ്യം അവനോട് കൽപ്പിച്ചു, ഈ കുഞ്ഞിനെ ഗോകുലത്തിൽ യശോദയുടെ വീട്ടിൽ കൊണ്ടുപോവുക. അവിടെ ജനിച്ചിരിക്കുന്ന പെൺകുഞ്ഞുമായി മാറ്റിവരിക. ചരിത്രം മാറാൻ പോകുന്ന യാത്ര ആരംഭിക്കുകയായിരുന്നു. ദേവകിയെ ഒരു നിമിഷം നോക്കി. വസുദേവൻ യാത്ര തുടങ്ങാൻ തിരിഞ്ഞു. ഹൃദയം ഭാരമായിരുന്നെങ്കിലും ചുവടുകൾ ഉറച്ചതായിരുന്നു. തലയിലുണ്ടായിരുന്നത് ഒരു കുഞ്ഞു മാത്രമല്ലായ ഒരു വാഗ്ദാനം. ഓരോ ചുവടിലും ഒരു പിതാവിന്റെ ധൈര്യം മുഴങ്ങി. അദ്ദേഹം പതുക്കെ വാതിലിലേക്ക് നടന്നു. കാവൽക്കാർ ഗാഠനിദ്രയിൽ ആയിരുന്നു. അടുത്തത് ഗോകുലത്തിലേക്കുള്ള യാത്ര. ഈ ചെറിയ ശ്രമം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും അഭിപ്രായം രേഖപ്പെടുത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.